ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർറഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അങ്ങനെ ഇത് അഖിലേഷ് ഏട്ടൻ കഴിഞ്ഞ 30 വർഷമായിട്ട് ഇദ്ദേഹം റംസാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വന്നാണ്, പരിചയപ്പെടണം. പിന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ ഞങ്ങളുടെ ഈ ഏട്ടന്. പിന്നെ പണ്ട് പല ബ്ലോക്ക് പഞ്ചായത്തിലും പലയിടത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി മിനിസ്റ്ററായ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിലുണ്ടായിരുന്നു. അതിലുപരി ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്, സോഷ്യൽ വർക്കറാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു നല്ലൊരു മനുഷ്യസ്നേഹിയാണ്. നോമ്പിൻ്റെ വിശേഷമാണ് നമുക്ക് പറയാനുള്ളത്, അല്ല സാത്തേ? 30 വർഷമായിട്ട് ഞാൻ 1995 സൗദി അറേബ്യയിലായിരുന്ന സമയത്താണ് അത് തുടങ്ങിയത്. റൂമിലുള്ള റൂംമേറ്റ്സ് മുസ്ലിം സഹോദരങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ള അങ്ങനെ ഒരു തമാശ രൂപേണ തുടങ്ങിയതാണ്. പക്ഷേ 30 നോമ്പ് നോറ്റപ്പോഴും എനിക്ക് അതൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. നല്ല രീതിയിൽ അത് കൊണ്ടുപോകാനും വർക്കിൻ്റെ ഇടയിൽ അതൊരു തടസ്സമായിട്ടോ ബുദ്ധിമുട്ടായിട്ടോ തോന്നിയില്ല എന്നുള്ളതാണ്. പിന്നെ എല്ലാ വർഷവും ഞാൻ തുറന്നിട്ടുണ്ട്, നാട്ടിൽ വന്നിട്ടും അത് തുറന്നിട്ടുണ്ട്. ഇപ്പോൾ 2025 ഇപ്പോൾ ഈ വർഷവും ഫുള്ളെടുക്കും. എല്ലാം നോമ്പ് എടുക്കാറുണ്ട്. അത് ഒന്നെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി 29 തേക്കണേന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഭക്ഷണമൊക്കെ എങ്ങനെ? ഭക്ഷണം രാവിലെ സുബഹിക്ക് ഒരു 4 മണിക്ക് എണീക്കും. 4 മണിക്ക് എണീറ്റിട്ട് 4 മണിക്ക് എണീറ്റ് ഭക്ഷണം പത്തിരി അല്ലെങ്കിൽ ചോറ് നമ്മളെ താളിപ്പുണ്ടല്ലോ, ചെരങ്ങ താളിപ്പ്. അതൊക്കെ സൗദിയിൽ നിന്ന് തുടങ്ങിയ ഒരു രീതിയാണ്. അത് തന്നെ തുടർന്ന് വരുന്നുണ്ട്, അങ്ങനെ ചെയ്തു വരുന്നുണ്ട്. പിന്നെ വൈകിട്ട് മഗ്‌രിബ് കൊടുക്കുന്ന സമയത്ത് നോമ്പ് തുറ അതിൻ്റെ അതേ രീതിയിൽ തന്നെ സാധാരണ കാരക്കയും വെള്ളമായിട്ട് തുടങ്ങിയിട്ട് പത്തിരി. ബീഫാണ് എൻ്റെ ഇഷ്ടപ്പെട്ട വിഭവം. എന്താണ് എന്നോട് കഴിക്കരുതെന്ന് പറഞ്ഞത്, പക്ഷെ അത് കൂടുതൽ കഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കാറുള്ളത്. ഇപ്പോൾ താസിൻ ഡോക്ടർ എന്നോട് എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, അത് തുടരുത്, കാണരുതെന്ന് പറയാറ്, കഴിക്കരുതെന്നല്ല. കാരണം ഞാൻ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ഒരു സ്റ്റേറ്റ് പ്രസിഡന്റ് ആവേണ്ട ആളാണ് ആൻജിയോപ്ലാസ്റ്റിയുടെ കാര്യത്തിൽ. 5 പ്രാവശ്യം ചെയ്തതാണ്. ആൻജിയോപ്ലാസ്റ്റി ക്ഷീണമില്ല. ഇപ്പം ഈ പ്രാവശ്യം എന്നോട് താസിൻ ഡോക്ടർ പറഞ്ഞു നോമ്പ് എടുക്കരുത്, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നോമ്പ് നോറ്റുകൊണ്ട് ഷഹീദാവാനാണ് എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ തീരണ്ടേന്ന് പറഞ്ഞു. അറബിയും മലപ്പുറവും ഒക്കെ കൂടെ ഞാനൊരു പക്കാ മലപ്പുറത്തുകാരനാണ്. ഭയങ്കര ഊരകം സ്വദേശിയാണ്. ജനിച്ചതും വളർന്നതും ഒക്കെ ഇവിടെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കാരണം സുഹൃത്തുക്കൾ കൂടുതലും എൻ്റെ സുഹൃത്തുക്കൾ കൂടുതലും മുസ്ലിം സഹോദരങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവരോടുള്ള ഇടപഴകലും എല്ലാം കാരണം അങ്ങനെ ഒരു ഇതുണ്ടാവാറുണ്ട്. അറബി സംസാരിക്കുന്നു തോന്നണം. അറബി സൗദി അറേബ്യയിലുള്ള സമയത്ത് ഇങ്ങനെ എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർറഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അങ്ങനെ അറബി സംസാരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കംസ സനഫാത്ത് അനഫി മൗജൂദ് സൗദി അറേബ്യ ശുഗുലിൻ ഗത്തഗയ്യാർ. അതായത് സൗദി അറേബ്യയിൽ 5 വർഷമായിട്ട് സ്പെയർ പാർട്സ് ഫീൽഡിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അറബി ടച്ചൊക്കെ മറന്നില്ലേ? അറബി അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ 5 വർഷം സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു, 1 വർഷം UAE-ലും 1 വർഷം മസ്കത്തിലുണ്ടായിരുന്നു. ആണല്ലേ? ഓക്കെ. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സാത്തെ മകളുടെ കല്യാണത്തിന് പോയിരുന്നു ഈ അടുത്ത്. ഫുള്ളി ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ച് ഉള്ള എന്തൊക്കെയോ പ്രത്യേകത ഉണ്ടായിരുന്നു ഒരുപാട്. ഞാൻ കണ്ടത് ഷീറ്റ്, പ്ലാസ്റ്റിക് ഇല്ല, ഗ്ലാസ് മറ്റേതാണ്, ഏത് പൊട്ടണ ഗ്ലാസ്സാണ് അല്ലേ? ജ്യൂസ് കൊടുത്തത് കുപ്പി ഗ്ലാസ്സിലാണ്, വെള്ളം കൊടുത്തത് കുപ്പി ഗ്ലാസ്സിലാണ്, കുപ്പിയിലാണ്, അതായത് ഗ്ലാസിന്റെ കുപ്പിയിൽ. കർച്ചീഫ് ഇത് നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ടിഷ്യൂവിന് പകരം ഒക്കെ അത് സ്പെഷ്യലായിരുന്നു അല്ലേ? അതങ്ങനെ പാലിച്ചു പോരുന്നുണ്ട്. അതെ, എന്താ വെച്ചാൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യണത് ജ്യൂത്ത് മിഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ പല സ്ഥലങ്ങളിലും പോയിട്ട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോൾ നമ്മൾ മാതൃക കാണിക്കേണ്ട സ്ഥലത്ത് നമ്മൾ മാതൃക കാണിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലാവണമെന്ന് എൻ്റെ സുഹൃത്തു കൂടിയായ മുർഷിദോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ശരി, ആഹാ കാറ്ററിംഗ്. അപ്പോൾ അത്തരത്തിലത് വേണമെന്ന് ശക്തമായിട്ട് ഇനി എന്ത് തന്നെ ബുദ്ധിമുട്ടായാലും ശരി, ഒരു കാരണവശാലും പേപ്പർ ഗ്ലാസോ പേപ്പർ പ്ലേറ്റോ ഉപയോഗിക്കരുത്.
അത് 100% നോട്ട് ഈസി. പാണക്കാട് കുടുംബത്തിനായിട്ടല്ല ബന്ധമാണ്. കുടുംബമായിട്ട് എല്ലാ എല്ലാ പെരുന്നാൾക്കും പിന്നെ പോകാറുണ്ട്. കഴിഞ്ഞ വിഷുവും നോമ്പും കൂടി ഒരുമിച്ച് വന്ന സമയത്ത് ബഹുമാനപ്പെട്ട എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഒരു നോമ്പ് തുറ ഇവിടെ വെച്ചിട്ട് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് എന്നോടൊപ്പം ഇരുന്ന് അതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹത്തായ അനുഭവമായിട്ട് കാണുക. കാരണം പാണക്കാട് കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഇപ്പോൾ ഒരു മുസ്ലിം വീടുകളിൽ പോയിട്ട് ഹിന്ദുക്കൾ പോയിട്ട് നോമ്പ് തുറക്കുന്ന സംഭവം സാധാരണയാണ് അത്. പക്ഷേ മറിച്ച് ഒരു മതപണ്ഡിതൻ ഒരു ഹൈന്ദവൻ്റെ വീട്ടിൽ വന്നിട്ട് നോമ്പ് തുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം അതൊരു വലിയ അംഗീകാരമായിട്ട് ഞാൻ കരുതുകയാണ്. കാരണം മലപ്പുറത്തിൻ്റെ സ്നേഹവും മലപ്പുറത്തിൻ്റെ ആ ഒരു മഹിമയും സാഹോദര്യവും വിളിച്ചോതുന്നതായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നതും. അതെന്നും നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കുഞ്ഞാലിക്കുട്ടി സാഹിബിനായിട്ടല്ല ബന്ധമാണ്. കുഞ്ഞാ സാഹിബിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ എപ്പോഴും കാണുന്നതാണ്. നല്ല ബന്ധം എപ്പോഴും നിലനിർത്തി വരുന്നുണ്ട്. അപ്പോൾ കല്യാണത്തിൻ്റെ സമയത്ത് താത്തയും ഉത്സാഹത്തെയും ഒക്കെ അതിനെല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കാണുന്നു. പിന്നെ ശബരിമലയിൽ പോകാറുണ്ടല്ലോ. പിന്നെ അഖിലേഷ് ചേട്ടനെ ചെറുപ്പം മുതലേ അറിയാം. ബ്ലോക്ക് പഞ്ചായത്തിൽ അന്ന് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ വളരെയധികം നല്ല ബന്ധമാണ്. എപ്പോൾ വിളിച്ചാലും കിട്ടും. അതാണ് പ്രശ്നം. ഏതിലും ഇടപെടും, എപ്പോഴും ഉണ്ടാവും. ആ പുഞ്ചിരി മായാതെ കാത്തു സൂക്ഷിക്കും. പിന്നെ ശബരിമലയ്ക്ക് എല്ലാ വർഷം മുടങ്ങാറുണ്ട്. ഒരു 10-25 വർഷത്തിലധികമായിട്ട് ശബരിമല യാത്ര മുടങ്ങാതെ നടത്തുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത സമയത്തും ഞാൻ ഹസൻ ഡോക്ടറോട് ചോദിച്ചു എനിക്ക് പോകാൻ. അപ്പോൾ പറഞ്ഞു മെല്ലെ കയറിയാൽ മതി എന്ന് പറഞ്ഞു. അത് പ്രകാരം തുടർച്ചയായിട്ട് പോകുന്നുണ്ട്. എൻ്റെ ആദ്യമൊക്കെ ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് 1-2 ബസ്സുകളിലൊക്കെ ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചൊരു 5 വർഷമായിട്ട് ഒരു വണ്ടിക്ക് കാറിൽ എൻ്റെ സുഹൃത്തുക്കളും ഞാനിവിടെ പോകുന്നു. അവർ സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം എൻ്റെ ചോര പോലെ തന്നെ എന്നെ കൊണ്ട് നടക്കുന്ന 2 സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ട് തന്നെ എനിക്കതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ട് തോന്നിയില്ല. അർജു, നന്ദു അവരെ ഈ അവസരത്തിൽ ഞാൻ വളരെ സ്നേഹപൂർവ്വം ഓർമ്മിക്കുകയാണ്. നമ്മൾ കുറേയായിട്ട് അറിയാം ഈ ഒരു വിവരം, നോമ്പിൻ്റെ പേര് കാരണം ഇന്നാണ് അറിയുന്നത് പറഞ്ഞപ്പോൾ. അതെന്താണ് ഈ ഇത്രയും 30 വർഷക്കാലം അത് നീണ്ടു പോയി എന്നുള്ള നിലർത്തി പോകുന്നുള്ള അതെ കോട്ടക്കലുള്ള സമയത്തുള്ള ഒരു ബന്ധമാണ്. ഇപ്പോൾ അത് മലപ്പുറത്ത് ഓഫീസിൽ എത്തിയതിന് ശേഷം തുറന്നു വരുന്നുണ്ട്. മിക്ക ദിവസങ്ങളും കാണാറുണ്ട്. നല്ല സ്നേഹം